ഹായ് ഹലോ വെൽക്കം ടു കുട്ടി സ്റ്റോറീസ്. ഓസ്ട്രേലിയക്ക് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കേണ്ട ഹെൽത്ത് ഇൻഷുറൻസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ എപ്പോഴാണ് അത് എടുക്കേണ്ടത്, അത് എടുക്കേണ്ട പ്രൊസീജിയേഴ്സ്, അത് മൂന്നുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകമായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതുകൂടാതെ ഇപ്പം ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുള്ള മെയ്റ്റ്സ് വിസ, അതിനെ കുറിച്ച് കൂടുതലായിട്ട് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യും. കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഇതിനെക്കുറിച്ച് തന്നെ ബേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് എപ്പോഴാണ് എടുക്കേണ്ടതെന്നൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഓസ്ട്രേലിയയിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്തായാലും ഒരു ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ആവശ്യമുണ്ട്. അത് ജസ്റ്റ് ഒരു ആവശ്യം മാത്രമല്ല, പക്ഷേ പല വിസ വരുന്ന കാറ്റഗറീസിൻ്റെ ഒരു കണ്ടീഷൻ കൂടെയാണ് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കണം എന്നുള്ളത്. ഇപ്പം മെയ്റ്റ്സ് വിസ ആണെങ്കിലും നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് അതിനകത്തൊരു മാൻഡേറ്ററി ആയിട്ടുള്ള ഘടകമാണ്. ഇപ്പോൾ 2 വർഷമാണ് മെയ്റ്റ്സ് വിസയുടെ കാലാവധി നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ ആ 2 വർഷത്തേനും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ആവശ്യമുണ്ട്. കണ്ടീഷൻ 8501 ആപ്ലിക്കബിൾ ആയിട്ടുള്ള എല്ലാ വിസയ്ക്കും ഈ ഹെൽത്ത് ഇൻഷുറൻസ് മാൻഡേറ്ററി ആണ്. ഏതൊക്കെ വിസാസ് ആണ് ഇതിൻ്റെ ഈ കണ്ടീഷൻസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എന്നുള്ള ഒരു ലിസ്റ്റ് ഉണ്ട്. ആ ഒരു PDF-ലോട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ബേസിക്കലി ഓസ്ട്രേലിയൻ സിറ്റിസൺസിനും ന്യൂസിലാൻഡ് സിറ്റിസൺസിനും അതുപോലെ തന്നെ അവിടെ തന്നെ PR ഉള്ള ആൾക്കാർക്കുമാണ് അവിടുത്തെ ഫ്രീ ആയിട്ടുള്ള ഹെൽത്ത് കെയർ സർവീസസ് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടുന്ന് വേറെ എവിടെന്നെങ്കിലും പോകുന്ന ആൾക്കാർക്കാണെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഹെൽത്ത് കെയർ ഒക്കെ വളരെ കൂടുതൽ ഒരു കോസ്റ്റിൽ ആയിരിക്കും അവിടെ കിട്ടാൻ പോകുന്നത്. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ പോക്കറ്റിൽ നിന്ന് ക്യാഷ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുന്ന് തന്നെ ഒരു ഹെൽത്ത് കവറേജ് എടുത്തിട്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അത് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. പലതും എല്ലാം നിങ്ങൾക്ക് ചിലപ്പോൾ അവിടെ കവേർഡ് ആയിരിക്കണം എന്നില്ല. അതുകൊണ്ട് ഏറ്റവും നല്ല ഒരു പാക്കേജ്, ഒരു കവറേജ് എടുത്തിട്ട് വേണം ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട്. ഇതിൽ തന്നെ പല ഓപ്ഷൻസ് ഉണ്ടാവും. അത് നിങ്ങളുടെ വിസ ടൈപ്പ് അനുസരിച്ച് ഏതാണ് ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾ എടുക്കേണ്ടത് എന്ന് ഇമിഗ്രേഷൻ സൈറ്റിൽ ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതനുസരിച്ച് തന്നെ നിങ്ങളുടെ ഈ ഹെൽത്ത് ഇൻഷുറൻസ് ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പം മെയ്റ്റ്സ് വിസയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട വിസയാണ് ഓവർസീസ് വിസിറ്റേഴ്സ് ഹെൽത്ത് കവർ, OVHC എന്ന് പറയും. വിച്ച് മീൻസ് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് റിക്വയർമെൻറ്റ്. ഓക്കെ, ഇത് എന്തൊക്കെ കവർ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ GP വിസിറ്റ്സ്, എന്തെങ്കിലും എമർജൻസി ആയിട്ട് നിങ്ങളുടെ ഹോസ്പിറ്റലൈസേഷൻ, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ സ്റ്റേ ഒക്കെ ഇത് കവർ ചെയ്യുന്നതാണ്. അടുത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് വിസ ഹോൾഡേഴ്സിന് കോമൺ ആയിട്ട് എടുക്കുന്നതാണ് ഓവർസീസ് സ്റ്റുഡൻറ്റ് ഹെൽത്ത് കവർ, OSHC. വിസിറ്റിംഗ് വിസ അല്ലെങ്കിൽ വിസിറ്റേഴ്സ് വിസയിൽ പോകുന്നവർക്ക് ഈ ബേസിക് OVHC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു ട്രാവൽ ഇൻഷുറൻസ്, നിങ്ങളുടെ നീഡ് എന്താണോ അതിനനുസരിച്ചിട്ടായിരിക്കും ഈ വിസിറ്റിംഗ് വിസയിൽ ട്രാവൽ ചെയ്യുന്നവർക്ക് എടുക്കേണ്ടത്. എപ്പോഴാണ് ഈ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കേണ്ടത്? നിങ്ങൾക്ക് ഈ ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾ ഓസ്ട്രേലിയയിൽ എത്തുന്ന Day 1 മുതൽ നിങ്ങൾ എത്ര കാലമാണോ നിങ്ങളുടെ ഡ്യൂറേഷൻ ഓഫ് സ്റ്റേ, അത് ഫുള്ള് കവർ ചെയ്യുന്നത് പോലെ ആയിരിക്കണം നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസ്. വിസ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അൺവാണ്ടഡ് ഡിലേസ് നമുക്ക് ഒഴിവാക്കാം. ഇൻ കേസ് നിങ്ങൾ ഈ ഒരു ഇൻഷുറൻസ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും വിസ ആപ്ലിക്കേഷന് ശേഷവും നിങ്ങൾക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കാം. ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞിട്ടും ആണ് നിങ്ങളുടെ വിസ റിജക്റ്റ് ആയി പോയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല. ആ എമൗണ്ട് നിങ്ങൾക്ക് പ്രൊവൈഡർ റീഫണ്ട് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഈ ഹെൽത്ത് ഇൻഷുറൻസ് എങ്ങനെയാണ് എടുക്കുന്നത്, അതിൻ്റെ പ്രൊസീജിയറാണ് കേട്ടോ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. health.gov.au എന്ന സൈറ്റിൽ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് റെക്കമെൻഡ് ചെയ്യുന്ന ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സും അതുപോലെ തന്നെ അവർ ഓഫർ ചെയ്യുന്ന ഡിഫറെൻറ്റ് പ്ലാൻസും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ലിസ്റ്റിലുണ്ടായിരുന്ന 2-3 പ്രൊവൈഡേഴ്സിൻ്റെ പേര് ഞാൻ പറയാം. മാക്സ്, ബൂപ്പ, അതുപോലെ തന്നെ അലയൻസ്, മെഡി ബാങ്ക് ഒക്കെയാണ്. ലിസ്റ്റിൽ കൊടുത്തേക്കുന്ന ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സിനെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അവർ നിങ്ങളെ അവിടുന്ന് ഗൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ ആകപ്പാടെ നിങ്ങളുടെ എന്ത് ടൈപ്പ് ഓഫ് വിസയാണ്, നിങ്ങളുടെ വിസ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്, എത്ര കാലത്തെ സ്റ്റേ ആണ്, അതൊക്കെ അവർക്ക് ആ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവർ തന്നെ നിങ്ങൾക്ക് പറ്റിയ ഏതാണോ ഹെൽത്ത് ഇൻഷുറൻസ് അത് നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞു തരികയും നിങ്ങളെ ഗൈഡ് ചെയ്യുകയും ചെയ്യും.
വൺസ് ഈ ഇൻഷുറൻസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, ആ സർട്ടിഫിക്കറ്റ് ഒരു സ്കാൻ ചെയ്യുകയോ അല്ലെങ്കിൽ പ്രിൻ്റ് എടുത്ത് വെക്കുകയോ ചെയ്യുക. നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ സമയത്താണെങ്കിലും ഈ ഓസ്ട്രേലിയയിലോട്ട് എൻട്രി നടത്തുന്ന സമയത്താണെങ്കിലും ഈ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുണ്ട്. മെയ്ഡ്സ് വിസ ആപ്ലിക്കൻസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സാണ് ഇനി. നിങ്ങൾ OVHC എടുക്കുമ്പോൾ ഒരു കോംപ്രിഹെൻസീവ് OVHC പ്ലാൻ തന്നെ ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കണം. ഹോസ്പിറ്റൽ, മെഡിക്കൽ ആൻഡ് എമർജൻസി സർവീസസ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ അതിൻ്റെ വെയിറ്റിംഗ് പീരീഡും അതുപോലെ തന്നെ എന്തെങ്കിലും എക്സ്ക്ലൂഷൻസ് എന്തൊക്കെയാണ് അതിനകത്ത് ഇൻക്ലൂഡ് ആവാത്ത, എന്തൊക്കെയാണ് എക്സ്ക്ലൂഷൻസ് എന്ന് നന്നായിട്ട് നോക്കി മനസ്സിലാക്കി റിവ്യൂ ചെയ്ത് ഒരു പ്ലാൻ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നാളത്തേനാണോ നമ്മൾ സ്റ്റേ എന്ന് വെച്ചാൽ മെയ്ഡ്സിന് ഇപ്പം 2 വർഷത്തേനാണ് സ്റ്റേ, ആ 2 വർഷം ത്രൂ ഔട്ട് നിങ്ങൾ ഈ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിരിക്കണം. അല്ലാണ്ട് ഇവിടെ 1 വർഷം എടുത്ത് പോയിട്ട് പിന്നെ ബാക്കി 1 വർഷം അവിടെ നിന്ന് എടുക്കാമല്ലോ എന്ന് വിചാരിക്കരുത്. ഇവിടുന്ന് ആ കംപ്ലീറ്റ് ആ 2 വർഷത്തിൻ്റെ ഇൻഷുറൻസ് എടുത്തിട്ട് വേണം പോകാൻ വേണ്ടി. ഫ്രണ്ട്സും ഫാമിലീസും ആരെങ്കിലും ഓസ്ട്രേലിയയിലേക്ക് ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇത് അവരുമായിട്ട് ഷെയർ ചെയ്യുക. ആൻഡ് പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ഓക്കെ, ബൈ.